നമസ്കാരം. പ്ലസ് 1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിൽ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം വളരെ വിശദമായി മനസ്സിലാക്കി. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്താണ്, എങ്ങനെയാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. Suppose you have a car moving along the x direction. So we'll consider motion of a body or motion of a car along a straight line path. We are considering motion along x-axis. X-axis ലുള്ള movement ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. Let O be the origin. This is positive x direction and this is negative x direction. അപ്പോൾ Oയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കാർ മൂവ് ചെയ്യുന്ന direction. Suppose it is moving along positive x direction. നമ്മൾ മൂന്ന് കേസ് കൺസിഡർ ചെയ്യാം. O to P, then O to P and then back to Q. മൂന്നാമത്തെ കേസ് O to P then to O again. ഓക്കെ, ഇങ്ങനെ ഓരോ കേസിലും ഉള്ള പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഓരോ കേസിലും നമ്മൾ കണ്ടുപിടിക്കാം. അതിനുശേഷം ഓരോ കേസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടെത്താം. Consider the first case. The car moves from O to P. What is the distance covered? എത്ര ദൂരം സഞ്ചരിച്ചു? Oയിൽ നിന്ന് Pയിലേക്ക് എത്തുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് നമുക്ക് എങ്ങനെ കിട്ടും? O 0 ആണ്. Pക്ക് കറസ്പോണ്ടിങ് കോർഡിനേറ്റ് 360 ആണ്. So what is the path length? ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും 360 meters. Okay, this is the path length or distance. അതായത് കാർ ഓയിൽ നിന്ന് പിയിലേക്ക് എത്തുമ്പോൾ സഞ്ചരിച്ച ദൂരം അതാണ് 360 മീറ്റേഴ്സ്. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത്, എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത്. രണ്ടാമത്തെ കേസ് നോക്കൂ. O to P then to Q. അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ഓയിൽ നിന്ന് പിയിലേക്ക് എത്തുമ്പോൾ ഒ പി എന്നുള്ള ഡിസ്റ്റൻസ് അത്രയും ദൂരം സഞ്ചരിച്ചു ഓയിൽ നിന്ന് പിയിലേക്ക് എത്തുമ്പോൾ. ഇനി ക്യൂവിലേക്ക് എത്തണം, തിരിച്ച് ക്യൂവിലേക്ക്. അപ്പോൾ വീണ്ടും എത്ര ദൂരം സഞ്ചരിച്ചു? പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് സഞ്ചരിച്ചു അല്ലേ? ഒ പി പ്ലസ് പി ക്യൂ എന്ന് കിട്ടും. അപ്പോൾ വാട്ട് ഇസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ? ഒ പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് 360 ആണ്. പ്ലസ് പി ക്യൂ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 360 ആണ് ഇവിടെ 240. അപ്പോൾ 360 മൈനസ് 240 എന്ന് പറയുമ്പോൾ 120 കിട്ടും അല്ലേ? അപ്പോൾ 360 പ്ലസ് 120. അപ്പോൾ ഇതാണ് O to P ആൻഡ് ദെൻ ടു Q. അപ്പോൾ ഓയിൽ നിന്ന് പിയിലെത്തി തിരിച്ച് ക്യൂവിലേക്ക് എത്തുമ്പോൾ കാർ സഞ്ചരിച്ച ദൂരം 360 പ്ലസ് 120, which is equal to 480 meters. Okay, 480 meters. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന കേസ്, ഓയിൽ നിന്ന് പിയിലേക്ക്, വീണ്ടും പിയിൽ നിന്ന് തിരിച്ച് ഓയിലേക്ക്. O to P then back to O. What is the distance covered? OP plus PO. ശരിയല്ലേ? OP plus PO. അപ്പോൾ എന്ത് കിട്ടും? ഒ പി എന്ന് പറയുന്നത് 360 പ്ലസ് പി ഒ എന്താ അതേ ദൂരം തന്നെ ഉണ്ടല്ലോ 360 ഈക്വൽ ടു 720 മീറ്റേഴ്സ്. ഓക്കെ, മൂന്ന് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. മറ്റൊരു കേസും കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. ദ കാർ മൂവ്സ് ഫ്രം O to Q then to R. ഓക്കെ, സീ ദ ഫിഗർ. Car moves from O to Q then to R. So what is the distance? ഓയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, പിന്നീട് ക്യൂവിൽ നിന്ന് ഓയിലേക്ക് എത്തണം, വീണ്ടും ഓയിൽ നിന്ന് ആറിലെത്തണം. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പാത്ത് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഒ ക്യൂ പ്ലസ് ക്യൂ ഒ പ്ലസ് ഒ ആർ. ഓക്കെ, അപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ ടു ഒ ക്യൂ പ്ലസ്
QO plus OR. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് OQ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നോക്കൂ എത്രയുണ്ട്. OQ is 240. Q എന്ന് പറയുമ്പോൾ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് 240 ഇങ്ങോട്ട് പ്ലസ് ഓയിൽ നിന്ന് ആറിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇവിടെ -40 -80 എന്ന് മാർക്ക് ചെയ്തത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. പക്ഷേ ഡിസ്റ്റൻസ് നോക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് സൈൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു നീളം മെഷർ ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എത്ര വരും? 120 വരും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് 240 plus 240 plus 120. That is 600 meters. 600 meters. ഇപ്പോൾ ഈ 4 കേസുകളിൽ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതായത് ഓരോ കേസിലും കാറ് ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ, മറ്റു പോയിന്റിലേക്ക് എത്തുമ്പോൾ വാട്ട് ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് traveled അല്ലെങ്കിൽ what is the length of the path covered by the object. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഡിസ്റ്റൻസ് എന്താണ്? ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ എ ബോഡി. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് മീൻസ് ഇറ്റ് ഈസ് ദി ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ എ ബോഡി. സഞ്ചരിക്കുന്ന ഒരു ബോഡി സഞ്ചരിച്ച ദൂരം, ആ വഴിയുടെ നീളം എന്നുള്ളതാണ് ലെങ്ത് ഓഫ് ദി പാത്ത്. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്റ്റൻസ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡി, വെൻ എ ബോഡി മൂവ്സ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ, ഇഫ് യു ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ പൊസിഷൻ, ദാറ്റ് ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദി ബോഡി ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫൈനൽ പൊസിഷൻ ഓഫ് ദ ബോഡി മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ദ ബോഡി. നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള മോഷൻ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും എക്സ് കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ സപ്പോസ് x1 denotes the initial position of the body and x2 denotes the final position of the body. Then displacement is given by x2 minus x1. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ, അത് നമ്മൾ ഡെൽറ്റ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുക. So you'll get delta x equal to x2 minus x1. ഇനി മുമ്പ് നമ്മൾ ചെയ്ത ഓരോ കേസിലും ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ. ഓക്കെ, ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. നമ്മൾ നേരത്തെ കണ്ടു x1 ആണ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് വിചാരിക്കുക, x2 ആണ് ഫൈനൽ പൊസിഷൻ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഈ കേസിൽ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കാം. O to P, body moves from O to P. Which is the final position? Final position is P. Okay, and which is the initial position? Initial position O. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഡെൽറ്റ എക്സ് ഈക്വൽ ടു x2 മൈനസ് x1, ചേഞ്ച് ഇൻ പൊസിഷൻ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ x2 എന്ന് പറയുന്നത് എന്താ? പിയുടെ കോർഡിനേറ്റ് ആണ്. ഓക്കെ, സോ 360 മൈനസ് x1 എന്ന് പറയുന്നത് O എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് 0. ദാറ്റ് ഈസ് 360 മീറ്റേഴ്സ്. ഫസ്റ്റ് കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം. O to P then to Q. ഓയിൽ നിന്ന് പിയിലേക്ക് പിന്നെ വീണ്ടും തിരിച്ച് ക്യൂയിലേക്ക്. അപ്പോൾ ഫൈനൽ പൊസിഷൻ ഏതാണ്? ഓയിൽ നിന്ന് പിയിലേക്ക്, പിയിൽ നിന്ന് ക്യൂയിലേക്ക്. അപ്പോൾ ബോഡിയുടെ ഇനിഷ്യൽ പൊസിഷൻ O ആണ്, ഫൈനൽ പൊസിഷൻ Q ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടെത്തുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. ഫൈനൽ പൊസിഷൻ Q ആണ്, ക്യൂവിൻ്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ് 240. ഓക്കെ, ഇനീഷ്യൽ പൊസിഷൻ O, corresponding coordinate 0, right? So you'll get 240 minus 0 equal to 240 meters. അപ്പോൾ രണ്ടാമത്തെ കേസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, 240 meters എന്നാണ് കിട്ടിയത്. മനസ്സിലായല്ലോ?
ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. ഏത് വഴിയിലൂടെ ഏത് പാത്തിലൂടെ ബോഡി മൂവ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. ആകെ നമ്മൾ നോക്കുന്നത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രമാണ്. അപ്പോൾ ഇവിടെ എക്സ് ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് കോർഡിനേറ്റ്സ് ആയിരിക്കും പൊസിഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഇനീഷ്യൽ പൊസിഷൻ 0 ആണ്, ഫൈനൽ പൊസിഷൻ Q ആണ്. അതിൻ്റെ ഇടയിൽ പിയിലേക്ക് പോയി തിരിച്ചു വന്നു എന്നുള്ളത് നമുക്കവിടെ പ്രശ്നമല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോൾ ജസ്റ്റ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് മാത്രമേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. സോ ഇനീഷ്യൽ പൊസിഷൻ 0, ഫൈനൽ പൊസിഷൻ 240, ചേഞ്ച് ഇൻ പൊസിഷൻ 240 മൈനസ് 0 ഈക്വൽ ടു 240 മീറ്റേഴ്സ്. നെക്സ്റ്റ് കേസ് 0 to P, O to P, then to O. നോക്കൂ, ബോഡി മൂവ് ചെയ്യുന്നത് O to P, then to O. അപ്പോൾ വിച്ച് ഇസ് ദി ഇനീഷ്യൽ പൊസിഷൻ? ഇനീഷ്യൽ പൊസിഷൻ O. ഫൈനൽ പൊസിഷനോ O തന്നെയാണ് അല്ലേ? ഇനീഷ്യൽ പൊസിഷനും O ആണ്, ഫൈനൽ പൊസിഷനും O ആണ്. ദെൻ വാട്ട് ഇസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ? യു വിൽ ഗെറ്റ് 0. സെയിം ആണല്ലോ, ഇനീഷ്യൽ കോർഡിനേറ്റും സെയിം ആണ്, ഫൈനൽ എക്സ് കോർഡിനേറ്റും സെയിം ആണ്. So change in position is equal to 0. That means displacement is equal to 0. അപ്പോൾ ഇവിടെ നമ്മൾ ഫിസിക്സിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളൊരു ക്വാണ്ടിറ്റി ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നമുക്ക് എന്ത് മനസ്സിലായി? ബോഡിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു 0. ബോഡി ഹാസ് കവേർഡ് എ ഡിസ്റ്റൻസ് 720 മീറ്റേഴ്സ്. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി ഈസ് ഈക്വൽ ടു 0. Next case, O to Q, then to R. Okay, O to Q and then to R. See the figure. Oil നിന്ന് Qയിലേക്ക്, then to R. അപ്പോൾ which is the initial position of the body? O. അല്ല, initial position O ആണ്. Which is the final position? R. അവസാനം ബോഡി ആറിലാണുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഓയിലാണ്, അവസാനം ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്ന ആറാണ്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ദെൻ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? O to R. ദാറ്റ് മീൻസ് ഫൈനൽ പൊസിഷൻ R. അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 120 മൈനസ് 120. സോ മൈനസ് 120 മൈനസ് initial position O, that is 0, minus 0 equal to minus 120 meters. Okay, അപ്പോൾ ഈ 4 കേസിൽ we have obtained the distance and displacement. ഒരേ ബോഡിയുടെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ബോഡി ഈസ് മൂവിങ് അലോങ് ദി എക്സ് ഡയറക്ഷൻ. 4 കേസ് നമ്മൾ ഡിഫറെൻറ്റ് കേസസ് കൺസിഡർ ചെയ്തു. ഓരോ കേസിലും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടെത്തി. ഇനി നോക്കൂ, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. ഫസ്റ്റ് കേസിൽ O to P, ഡിസ്റ്റൻസ് 360 മീറ്റേഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് 360 മീറ്റേഴ്സ്. O to P, then to Q, ഡിസ്റ്റൻസ് 480 മീറ്റേഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് 240 മീറ്റേഴ്സ്. O to P, then to O, distance 720 meters, displacement 0. Final case, O to Q, then to R, distance 600 meters, displacement minus 120 meters. ഈ കേസുകളൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിലൊക്കെയുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും? ഫസ്റ്റ് കേസിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആണ്. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കൂ, ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് 480 ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് 240 ആണ്. ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്. മറ്റൊന്ന്, ഈ 2 കേസിലും ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്. പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് 2 കേസിലും കിട്ടിയിട്ടുള്ളത്. തേർഡ് കേസിൽ ഡിസ്റ്റൻസ് 720, ഡിസ്പ്ലേസ്മെൻറ്റ് 0. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 0 ഹിയർ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് കേസ്, distance 600 meters, displacement minus 120 meters.
അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ഈ കേസുകളെല്ലാം പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ്. ഡിസ്പ്ലേസ്മെൻറ്റോ, ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് പോസിറ്റീവ് കിട്ടിയിട്ടുണ്ട്, 0 കിട്ടിയിട്ടുണ്ട്, നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. പക്ഷേ ഡിസ്റ്റൻസ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. മറ്റൊന്ന് ഈ വാല്യൂസ്, ആ മാഗ്നിറ്റ്യൂഡ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് കേസിൽ രണ്ടും ഈക്വലാണ് അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, രണ്ടും ഈക്വലാണ്. മറ്റ് കേസുകളിലൊക്കെ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ വലുത്. അപ്പോൾ ഡിസ്റ്റൻസ് ഒന്നുകിൽ ഈക്വൽ ആവാം, ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒന്നുകിൽ ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡിസ്റ്റൻസിനെ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയാനാവും. ഒന്ന്, ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ്. ഡിസ്റ്റൻസ് മീൻസ് ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ബൈ ദി ഒബ്ജക്റ്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റി മീൻസ് ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ പിന്നീട് പഠിക്കും. മൂന്നാമത്, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ് ഇസ് ഓൾവേസ് പോസിറ്റീവ്. ദെൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത് ചൂസൺ. അതായത് ഒരു ബോഡി ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഏത് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും ഡിസ്റ്റൻസിൻ്റെ വാല്യൂ. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് സംബന്ധിച്ച് നമുക്ക് എന്തൊക്കെ പറയാനാവും നോക്കാം. ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ ബോഡി. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. മീൻസ് ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഡയറക്ഷനും കൂടി ഉൾപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ക്വാണ്ടിറ്റിക്ക് മീനിങ് ഫുൾ ആവുക. ദെൻ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ 0. നമ്മളിപ്പോൾ കഴിഞ്ഞ എക്സാമ്പിളിൽ അത് മനസ്സിലാക്കിയതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ദെൻ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് ചോസൺ. അതായത് ഏത് വഴിയിലൂടെയാണ് ബോഡി ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്തുന്നത് എന്നതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മീൻസ് ബിറ്റ്വീൻ എനി ടു പോയിൻറ്റ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾവേസ് റിമെയിൻസ് ദ സെയിം. ഈ കമ്പാരിസൺ ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. സപ്പോസ് ദ ബോഡി മൂവ്സ് ഫ്രം എ ടു ബി. ഓക്കെ, എ ഇസ് ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദി ബോഡി, ബി ഇസ് ദ ഫൈനൽ പൊസിഷൻ. നമ്മളിവിടെ 3 പാത്ത് കൺസിഡർ ചെയ്യാണ്, 1, 2, 3. ഈ 3 പാത്തിലൂടെ പോയി കഴിഞ്ഞാലും എയിൽ നിന്ന് ബോഡി ബിയിലേക്ക് എത്തും. അപ്പോൾ സി ദ ഡിസ്റ്റൻസ് ഇൻ കേസ് 1, 2 ആൻഡ് 3. ഏത് കേസിലാണ് ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ളത്? 3യിലാണ് അല്ലേ, 3യിലാണ് പാത്ത് ലെങ്ത് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ളത് കേസ് 3യിലാണ്. അതേസമയം 1ൽ ഡിസ്റ്റൻസ് അതിലും കുറവാണ്. ഏറ്റവും കുറഞ്ഞ ദൂരത്തിലൂടെ ബോഡി പോകുന്നത് 2 എന്ന പാത്തിലൂടെ പോകുമ്പോഴാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, എയും ബിയും ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒന്ന് തന്നെയാണ്, സെയിം ആണ്, മാറുന്നില്ല. പക്ഷേ ആ പാത്ത് മാറിയത് കൊണ്ട് ഡിസ്റ്റൻസ് മാറി, സഞ്ചരിച്ച ദൂരത്തിൽ വ്യത്യാസം വന്നു. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. ആ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അത് ഒറ്റൊരു പാത്തേ ഉള്ളൂ, അതാണ് 2. ആ പാത്തിലൂടെ പോകുമ്പോൾ മാത്രമാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലൂടെ ബോഡി പോകുന്നത്. അപ്പോൾ മിനിമം ഡിസ്റ്റൻസ്, അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. കൂടെ ഒന്നുകൂടി നമ്മൾ ആഡ് ചെയ്യണം, ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ സപ്പോസ് നമ്മൾ ആ ആരോ മാർക്ക് അവിടെ ഇട്ടില്ല എന്ന് വിചാരിക്കൂ. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ പൊസിഷൻ ഏതാണ് ഫൈനൽ പൊസിഷൻ ഏതാണ് എന്ന് മനസ്സിലാവില്ല അല്ലേ. ബോഡി എയിൽ നിന്ന് ബിയിലേക്കാണോ പോയത് അല്ലെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കാണോ പോയത് എന്ന് മനസ്സിലാവണമെങ്കിൽ ആ ഒരു ആരോ മാർക്ക്, ഒരു ഡയറക്ഷനും കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ലെങ്ത് ഓഫ് ദി പാത്ത് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഷോർട്ടസ്റ്റ് പാത്തിൻ്റെ ലെങ്തും ആ ഒരു ഡയറക്ഷനും കൂടെ സ്പെസിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് the shortest distance between initial position and final position in a particular direction.
അപ്പോൾ ആ ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിനൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഒരു നമ്പറാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾസാണ് ഡിസ്റ്റൻസ്, മാസ്, ഇതൊക്കെ. അതുപോലെ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾസാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓരോന്ന് എന്താണെന്ന് മനസ്സിലാക്കി, അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക്